അത് ശരി. ഇപ്പൊ ഇവനുമായിട്ടാണോ നടപ്പ്? നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഇവനെ നിനക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ പണ്ട്, അതൊക്കെ അങ്ങ് മാറിയോ? സിദ്ധുവിനെ പോലീസ് കൊണ്ടുപോയി, അതുകൊണ്ടാ ഞാൻ കൊണ്ടാക്കിയത്. കൊണ്ടുപോകുമല്ലോ, അല്ല കൊണ്ടുപോകണമല്ലോ. അവരെന്താ ഇവളെ പിടിക്കാത്തത്? ഇവളും കൂടി ചേർന്നാണല്ലോ പ്രഭാവതി ആ അവസ്ഥയിൽ എത്തിച്ചത്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? എന്താടാ ഞാൻ പറഞ്ഞതിൽ തെറ്റ്? പ്രഭാവതിയും കൊണ്ട് ഇവളല്ലേ പുറത്തേക്ക് പോയത്? അവന് കോറടിക്കാൻ പാകത്തില് പ്രഭാവതിയെ കൊണ്ടുപോയി നിർത്തിക്കൊടുത്തത് ഇവളല്ലേ? പാവം പ്രഭാവതി, അവരറിഞ്ഞോ ഇങ്ങനെ ചെയ്യാനാ കൊണ്ടുപോയെന്ന്? ഒന്നും ആരും അറിയത്തില്ല എന്നങ്ങ് വിചാരിച്ചു. പക്ഷെ ദൈവം വിടുവോ? ഇപ്പൊ സിദ്ധു വക്കീൽ അകത്തായെങ്കിലേ നാളെ ഇവളും അകത്താകും. പോണം. എന്തടി, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ല. നിങ്ങൾ മനസ്സിലാക്കുന്നതും പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാ ഈ വീട്ടിൽ ഓരോ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായില്ലേ? എന്നിട്ട് പഠിക്കുന്നില്ലല്ലോ നിങ്ങൾ. ഞാൻ പ്രഭാവതി അമ്മയായിട്ട് പോയത് എവിടെയാണെന്ന് പ്രഭാവതി അമ്മയ്ക്ക് അറിയാം. അതിപ്പോ വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഞാൻ ചിന്തിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു നടുക്കത്തില്ല ഞാൻ. പിന്നെ എനിക്ക് 100% ഉറപ്പുണ്ട് സിദ്ധു അല്ല ഇത് ചെയ്തതെന്ന്. പക്ഷെ അത് തെളിയിക്കാൻ ഇപ്പൊ എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. ദൈവം ഇത് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. വിശ്വസില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നതാണ് സത്യം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് മനസ്സിലാവും. മനസ്സിലാവും. ഇത്രയും കാലം നിന്നിട്ടൊന്നും മനസ്സിലായില്ല. പിന്നെയാ ഇനിയും മനസ്സിലാക്കാൻ പോകുന്നത്. ഇടി നുണകൾ കൊണ്ട് എത്ര വലിയ കൊട്ടാരം പണിഞ്ഞാലും അതൊരു ദിവസം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അത് തിരിച്ചറിഞ്ഞാ നിനക്ക് കൊള്ളാം. പിന്നെ നീയും നിന്റെ വക്കീലും കൂടി അനാഥനാക്കിയതേ ഒരു പാവം ചെറുപ്പക്കാരനെയാ. അതിന്റെ ശാപം ഒരിക്കലും നിന്നെ വിട്ടു പോവില്ല. ചേച്ചി വിഷമിക്കണ്ട. മുത്തശ്ശി അറിവില്ലായ്മ കൊണ്ട് പറയുന്നതല്ലേ. സിദ്ധു തെറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മോളെ. സിദ്ധു അല്ല ചെയ്തത്. അത് തന്നെയാ ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. സിദ്ധുവും അത് തന്നെയാ പറയുന്നത്. ഇതിലെന്തോ ചതിയുണ്ട്, അത് കണ്ടുപിടിക്കണം. ഒന്ന് ഞാൻ പറയാം, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും സിദ്ധുവിനെ ഞാൻ രക്ഷിച്ചിരിക്കും. അതെന്റെ ഭാഷയാ. കാശിന്റെ കാര്യം നോക്കണ്ട. എത്ര ചെലവ് വന്നാലും ഞാനത് വഹിക്കാം. ഒരു ദിവസം പോലും സിദ്ധു ജയിലിൽ കിടക്കരുത്. പേടിക്കണ്ട, സിദ്ധുവിനെ ഞാൻ പുറത്തിറക്കിയിരിക്കും. ഞാനെന്നാ ഇറങ്ങാം. എവിടെ എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. കരയായിരുന്നോ? ഈ സമയത്ത് ചേച്ചി തളരാൻ പാടില്ല. നമുക്കറിയാലോ സിദ്ധുവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എങ്ങനെയെങ്കിലും ഈ കുരുക്കിന്ന് സിദ്ധുവേട്ടനെ രക്ഷിക്കുക വേണ്ടത്. ഞാൻ തളർന്നു പോകുന്ന എവിടെയെന്നറിയോ പ്രിയ? എന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഇതുപോലെ ഓരോ ദുരന്തങ്ങൾ വരുന്നത് കാണുമ്പോഴാണ്. ഒരു തെറ്റും ചെയ്യാത്തവരാ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാകെ ചെയ്തൊരു തെറ്റ് എന്റെ കൂടെ നിന്നു എന്നുള്ളത്. എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. എല്ലാം ശരിയാവും ചേച്ചി.